ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നാളെ എന്തൊക്കെയാണ് ഇനി നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് രാവിലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കയറി കണ്ടെന്ന് വിശ്വസിക്കുന്നു. കയറി കാണാൻ ഇനി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കയറി കണ്ടോളൂ കേട്ടോ. അടിപൊളി വിശേഷം തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈറ്റ് ടാർജറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് നമ്മുടെ ശരത്ത് ആ വീട്ടിലെത്തുകയും, അതായത് രേവതിനെ കാണാനായിട്ട് അവിടെ ഉള്ളവരോട് എല്ലാവരോടും മാപ്പ് പറയാനായിട്ട് നമ്മുടെ ശരത്ത് ആ വീട്ടിലെത്തി. പക്ഷേ ശരത്തിനെ സ്വീകരിച്ചത് വളരെ മോശമായ രീതിയിൽ തന്നെയാണ്. ചന്ദ്ര കള്ളനാക്കി മാറ്റുകയും നീ വെറും കള്ളനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയും ചന്ദ്രയുമൊക്കെ ചേർന്നിട്ട് നമ്മുടെ ശരത്തിന്റെ ബാഗ് മുഴുവൻ പരിശോധിക്കുകയും അതിനോടൊപ്പം തന്നെ ദേഹത്ത്, അതായത് ബാഗിലൊന്നും കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ദേഹപരിശോധനയാണ്. ദേഹം പരിശോധിച്ചപ്പോൾ നമ്മുടെ ശരത്തിന് ദേഷ്യം വന്നിട്ട് ശരത്ത് എന്താ ചെയ്തത്? ശരത്ത് വേറൊന്നുമല്ല ചെയ്തത്, നമ്മുടെ ശ്രുതിയുടെ കോളറിൽ കയറി അങ്ങോട്ട് പിടിച്ചു. അപ്പൊ ആ ഒരു ഭാഗം കൊണ്ടൊക്കെയാണ് ഇന്നത്തെ വിശേഷം അവസാനിച്ചത്. ഏതായാലും ശ്രുതിയുടെ കോളറിൽ കയറി പിടിച്ചതും നമ്മുടെ ശ്രുതി സഹിക്കുവോ? ശ്രുതി ഇങ്ങ് വന്നിട്ട് നേരെ ഓടി വന്ന് ശരത്തിന്റെ കരണക്കുട്ടി നോക്കി ഒറ്റ ഓർമ്മ കൊടുത്തു കേട്ടോ. ആ ഒരു കരണക്കുറ്റി നോക്കി കൊടുത്തതും നമ്മുടെ ശരത്ത് നേരെ ചെന്ന ഒരു ഡെസ്കിലേക്ക് ഇങ്ങനെ ഇടിച്ചു വീഴുകയാണ് ചെയ്തത്. ഇത് കണ്ടതും രേവതിക്ക് സഹിക്കുവോ? രേവതി എന്താ നിങ്ങൾ ഈ കാണിച്ചത് എന്ന് പറഞ്ഞു ഓടി ചെന്നിട്ട് ശരത്തിനെ പൊക്കി എണീപ്പിച്ചു. മോനെ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി എന്തിനാ എന്റെ അനിയനെ തല്ലിയത്? അല്ല, എന്റെ അനിയൻ കോളറെ കയറി പിടിച്ചെന്നല്ലാതെ എന്റെ അനിയൻ വേറെന്തെങ്കിലും ശ്രുതിയോട് ചെയ്തോ? ഇല്ലല്ലോ. പിന്നെ എന്റെ ഭർത്താവിന്റെ കോളറെ കയറി പിടിക്കാനുള്ള എന്തവകാശം അവനുള്ളത്? ഇവൻ വെറും പേരും കള്ളനല്ലേ? ഇവൻ കള്ളനായതുകൊണ്ടാണല്ലോ ഈ വീട്ടിലെ ബൈക്ക് ഇവൻ മോഷ്ടിച്ചത്. ഇവൻ എവിടെയൊക്കെ പോയി എന്തൊക്കെ കട്ടു മോഷ്ടിച്ചു എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണല്ലോ ഇവന്റെ ശരീരം പരിശോധിച്ചത്. അല്ലാതെ ഇവൻ സത്യസന്ധനൊന്നും അല്ലല്ലോ. പിന്നെന്താ നിനക്കിപ്പം പറ്റിയത്? നിനക്ക് വേറെ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? എങ്കിൽ നീ എന്നോട് പറ. അല്ലാതെ എന്റെ ഭർത്താവിനെ കയറി പിടിക്കുകയോ എന്റെ ഭർത്താവിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു, നിന്റെ ഭർത്താവ് എന്താ ചെയ്തത്? നിന്റെ ഭർത്താവ് എന്റെ ആങ്ങളയുടെ ദേഹം പരിശോധിച്ചില്ലേ? അവൻ എന്തിനാ ഇങ്ങനെ അപമാനിക്കുന്നത്? അവനൊരു അബദ്ധം പറ്റിപ്പോയി. അതിന് അവൻ പ്രായച്ചിത്തം ചെയ്തതുവാ, അതിനവൻ സോറി പറഞ്ഞതുവാ. പിന്നെ എന്തിനാ ഇനി ആ പ്രശ്നമൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്? അതിന് തന്നെ അവന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു താക്കീതും കൊടുത്തു വിട്ടതാ. പിന്നെ ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഇതിവിടെ പറഞ്ഞില്ല. അത് ഞാൻ ചെയ്ത തെറ്റായിട്ട് നിങ്ങൾക്ക് കണക്കാക്കിക്കൂടെ? അതിന് എൻ്റെ അനിയനെ എന്തിന് നിങ്ങൾ ചൂഷണം ചെയ്യണം? എൻ്റെ അനിയനോട് എന്തിന് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കണം? പാവം, അവന് കോളേജിൽ പോകാൻ വന്നതല്ലേ, അവനെ എന്തിനിങ്ങനെ ഉപദ്രവിച്ചത്? മനസാക്ഷി ഇല്ലാതെ എന്തൊക്കെയാ നിങ്ങൾ കാണിച്ചു കൂട്ടിയത്? അതുകൊണ്ട് സഹി കെട്ടിട്ടല്ലേ അവൻ സുധീനെ കയറി പിടിച്ചത്. പക്ഷെ എൻ്റെ അനിയൻ സുധീനെ തല്ലിയൊന്നുമില്ലല്ലോ. കയറി ഒന്ന് പിടിച്ചെന്ന് കരുതി അവൻ തല്ലാൻ പോകുന്നുണ്ടോ? ഒരിക്കലും എൻ്റെ അനിയൻ മര്യാദ ഇല്ലാതെ പെരുമാറില്ലെന്ന് എനിക്കറിയാം. ഇതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ രേവതി അടുത്തേക്ക് ചെന്നതും പെട്ടെന്ന് ചന്ദ്ര അങ്ങോട്ട് കയറി വന്ന് ശ്രുതിയുടെ ഫ്രണ്ട് നിന്നിട്ട്, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? നീ എന്താ ചെയ്യാൻ പോകുന്നത്? അത് നീ ആദ്യം പറ. അതെ, ഇവളുടെ ദേഹത്ത് തൊട്ടാൽ നീ വിവരം അറിയും. എടി, കള്ളക്കൂട്ടമാണ് നിങ്ങളെ, വെറും കള്ളക്കൂട്ടം. എന്നിട്ട് ഈ വീട്ടിൽ കയറി പറ്റി. നിന്റെ അച്ഛനില്ലേ, നിന്റെ അച്ഛൻ മനഃപൂർവ്വം അല്ലേ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് ചാടിയത്? എന്തിനായിരുന്നു ഇതുപോലെ കള്ളത്തരങ്ങളൊക്കെ ചെയ്യാന്? നിന്റെ അനിയൻ കക്കാൻ നടക്കുന്നു, അതുപോലെ നിന്റെ അമ്മയോ പൂ കെട്ടാൻ നടക്കുന്നു. എന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ പോയി പൂ കെട്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോടി നിങ്ങൾക്ക്? പട്ടിണിയും ദാരിദ്ര്യവും അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ ഒന്നുമില്ലല്ലോ. എങ്ങനെയാ കക്കുന്നവർക്ക് ഒരിക്കലും സമാധാനമോ അല്ലെങ്കിൽ ദൈവം അറിഞ്ഞൊന്നും കൊടുക്കൂല്ലടി. അതുകൊണ്ടാണ് ഈ ദരിദ്രാശിയായി പോയത്. ആ ദരിദ്രാശി ഉണ്ടല്ലോ നിന്റെ അച്ഛൻ, അയാള് എന്റെ ഭർത്താവിന്റെ വണ്ടിയുടെ മുമ്പിൽ വന്ന് ചാടിയോണ്ടല്ലേ നിനക്കിങ്ങനെ ഒരു നല്ല ജീവിതം കിട്ടിയതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, കുറെ ആയി നിങ്ങൾ എന്റെ അച്ഛനെ കുറിച്ച് പറയുന്നു. മരിച്ചുപോയ എന്റെ അച്ഛനെ കുറിച്ച് പറയാനുള്ള അവകാശം എന്താ നിങ്ങൾക്കുള്ളത്? ഇനി എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ, എന്താടി നിന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ നീ ചെയ്യുക? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ അനിയനെ ആദ്യം നീ നേരെ നടത്താൻ നോക്ക്. അല്ല, അനിയനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മയും അനിയത്തിയും നീയും അനിയനും അച്ഛനും ഒക്കെ കൂടി ഒരുമിച്ചായിരിക്കും മോഷ്ടിക്കാൻ പൊക്കോണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും ജീവനും ജീവിതമൊക്കെ കഴിഞ്ഞു പോകണ്ടേ? അതുകൊണ്ടല്ലേടി ഈ തൊഴിൽ നീ സ്ഥിരമാക്കി എടുത്തത് എന്ന് പറഞ്ഞു. ഏതായാലും ലാസ്റ്റ് ഒന്നും കൂടി നമ്മുടെ
ശരത്തിനെ പിടിച്ച് ബെൽറ്റൊക്കെ അഴിക്കാൻ തുടങ്ങുകയും, അതായത് വസ്ത്രം ഊരാൻ വരെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വസ്ത്രത്തിന്റെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി. ഇത് വസ്ത്രം ഊരാൻ ഇങ്ങനെ ഊരാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ രേവതി സഹിച്ചില്ല കേട്ടോ. രേവതി പറഞ്ഞു, ശരത്തെ എടാ നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോ, നീ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഇനി നീ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം ഇവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞപ്പം, എടി മിണ്ടാതിരിക്കടി, നിന്റെ വായുണ്ടല്ലോ അടച്ചു വെച്ചോ. ഇവന് കള്ളനാ, വെറും കള്ളൻ. ഇവൻ കള്ളനായതുകൊണ്ട് നീയും കള്ളിയാ. നിന്നെ കള്ളനും കള്ളിന്നൊക്കെ വിളിക്കുമ്പം എന്താ ഇത്ര നിനക്ക് വേദന എടുക്കാന് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇവനെ എന്തിനാ ഇനി ഇവിടെ ഇട്ട് വസ്ത്രം അഴിക്കുകയും അതുപോലെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്? ഇവനെ വീട്ടിൽ കയറ്റാതിരിക്കുക ചെയ്യേണ്ടത്. ശ്രുതി ഇവനെ പിടിച്ചു തള്ളാൻ പറഞ്ഞു. അങ്ങനെ ശ്രുതിയുടെ വാക്ക് കേട്ട് ശ്രുതി എന്ത് ചെയ്തു? പിടിച്ചൊരൊറ്റ തള്ളിയതും നമ്മുടെ ശരത്ത് ചെന്ന് വീണത് സച്ചിയുടെ തോളിലേക്കാണ് കേട്ടോ. ഏതായാലും സച്ചി എത്തിപ്പോയ പിന്നെ അവിടെ എന്താ നടക്കാന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം കണ്ടുകൊണ്ട് വെറും മരവാഴയായ നമ്മുടെ രവീന്ദ്രനെ നോക്കി നിൽപ്പുണ്ട് കേട്ടോ. മരവാഴ എന്ന് തന്നെ രവീന്ദ്രനെ വിളിക്കണം. കാരണം രവീന്ദ്രന്റെ കൈയുടെ ചൂട് അറിയായിരുന്നെങ്കിൽ ഒരിക്കലും ചന്ദ്ര ഇതുപോലെ പിഴച്ചു കുത്തി പോകത്തില്ലായിരുന്നു. ചന്ദ്രയും അല്ല നമ്മുടെ ശ്രുതി നമ്മുടെ ചന്ദ്രയെ പോലെ ഇങ്ങോട്ട് വളർന്നു പന പോലെ വരികയാണ് കേട്ടോ. കാരണം ചന്ദ്രയുടെ അതേ സ്വഭാവം പകർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ശ്രുതി വരുന്നത്. ഏതായാലും സച്ചി വന്ന ഉടനെ തന്നെ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ശരത്തൊന്നും പറഞ്ഞില്ല. അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രൻ വന്നത്. അത് പിന്നെ മോനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അച്ഛനുള്ളപ്പം ഈ ഒരു അവസ്ഥ ഞാൻ ഒരിക്കലും ഇവിടെ പ്രതീക്ഷിച്ചില്ല അച്ഛാ. എന്താണ് പറ്റിയതെന്ന് എനിക്ക് അറിഞ്ഞേ തീരൂ. അല്ല, ഇവനെ ഇപ്പം ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് പിടിച്ച് തള്ളാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞത്, നീ ഇതൊന്നും അറിഞ്ഞില്ലല്ലേ? എടാ, നിന്റെ ഭാര്യയും നിന്റെ ഭാര്യയുടെ കുടുംബക്കാരുവേ വെറും കള്ളക്കൂട്ടങ്ങള്. നിന്റെ ബൈക്ക് പണ്ട് മോഷ്ടിച്ചില്ലേ? അത് ആരാണെന്നോർത്താ നീ ഇരിക്കുന്നത്? അത് ഇവനാ, ഈ കള്ളൻ, പേരും കള്ളൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങോട്ട് വന്നില്ലേ? അല്ല, ഇത് നിങ്ങളോടിപ്പോൾ ആരാ വന്ന് പറഞ്ഞത്? അത് ഇവിടെ പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു ശ്രുതിയുടെ കാര്യം അന്വേഷിക്കാന്. ശ്രുതിയുടെ മറ്റേ പെണ്ണില്ലേ, ആ പെണ്ണ് 50 ലക്ഷം രൂപ കൊണ്ട് മുങ്ങിയില്ലേ, അത് അന്വേഷിക്കാൻ വന്നതാ. പക്ഷെ രേവതിനെ കണ്ടതും ആ പോലീസുകാരന് കാര്യം മനസ്സിലായി. ആ പോലീസുകാരൻ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞു. അപ്പം ഞാൻ ഇവളെ നോട്ടം വിട്ട് വെച്ചിരിക്കുന്നതാ. വെറും കള്ളി. നിന്റെ കെട്ടിയോളുടെ വീട്ടുകാരും. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി കയറി വന്നിട്ട്, അതെ ഇനി മിണ്ടിപ്പോകരുത്. ഇവള് കള്ളിയോ ഇവളുടെ വീട്ടുകാർ കള്ളികളൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഈ കാര്യം എനിക്കറിയായിരുന്നു. അല്ല, ഇവള് കള്ളിയും ഇവൻ കള്ളനും ഇവളുടെ കുടുംബക്കാരെയും പറയാനുള്ള എന്ത് അവകാശമായി ഈ നിൽക്കുന്ന എൻ്റെ അമ്മയ്ക്കുള്ളത്? ഒരു മകൻ, ഒരു കള്ളനെ അല്ലേ വളർത്തിക്കൊണ്ട് വന്നേക്കണത്. പിന്നെ എന്ത് അവകാശമുണ്ട് ഇവനെക്കുറിച്ച് പറയാന്? ഇവൻ അന്ന് ഒരു അബദ്ധം പറ്റി. അത് ഇവനും ഇവന്റെ കൂട്ടുകാരനും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു ചെറിയൊരു അബദ്ധമാണ്. ആ അബദ്ധം ഞാൻ തേച്ച് മാച്ച് കളഞ്ഞു. പിന്നെ അതിവിടെ ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ ബൈക്കാണ് ഇവ മോഷ്ടിച്ചത്. അതിന് എനിക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ പരാതി? പിന്നെ ഇവിടെ എന്താ സംഭവിച്ചത് രേവതി എന്നോട് പറയാൻ പറഞ്ഞു. ഏതായാലും രേവതി എല്ലാ കാര്യവും പറഞ്ഞു. നമ്മുടെ ശ്രുതി കയറി ശരത്തിനിട്ട് അടിച്ച കാര്യം സഹിതം പറഞ്ഞു കേട്ടോ. ഇത് കേട്ടതും സച്ചി ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, അതെ നിങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തം ചമയല്ലൂട്ടോ. ഈ കുടുംബം നോക്കുന്നത് ഞാനാ, ഈ കുടുംബത്തിന് ചെലവ് കൊടുക്കുന്നത് ഞാനാ. അപ്പൊ പിന്നെ ഇവിടെ അടിക്കാനുള്ള അവകാശവും കൈവെക്കാനുള്ള അവകാശവും ആർക്കും ഞാൻ എഴുതി തന്നിട്ടില്ല. എഴുതി തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ആദ്യം നിങ്ങളുടെ ഭർത്താവിനെ നേരെയാക്കാൻ നോക്ക്. അത് കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവരെ നേരെയാക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. ഞാനിനി പറഞ്ഞേക്കാം, ഇവനോട് മര്യാദയ്ക്ക് മാപ്പ് പറഞ്ഞോളെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, ഞാൻ എന്തിനു മാപ്പ് പറയണം? എനിക്ക് മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവനൊരു ബൈക്ക് മോഷ്ടിച്ചത് അത്ര നല്ല പ്രവൃത്തിയൊന്നും അല്ലല്ലോ. എന്ത് മോഷ്ടിച്ചാലും കള്ളൻ അല്ലാതാവോ? എന്ത് ചെറിയ സാധനം മോഷ്ടിച്ചാലും കള്ളാന്നല്ലേ വിളിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എൻ്റെ ശ്രുതിയുടെ ദേഹത്ത് തൊട്ടാൽ എനിക്ക് വേദനിക്കും. അപ്പം ഞാൻ ഇവൻ്റെ കാരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തു. ഇവന് ഞാനല്ലായിരുന്നു കൊടുക്കണ്ടേ, ഇവൻ്റെ അപ്പനും അമ്മയും കൊടുക്കാഞ്ഞിട്ടാണ് ഇവൻ ഇപ്പം നേരെ ചൊവ്വെ വളരാത്തതെന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ സച്ചി നേരെ ചന്ദ്രയുടെ അടുത്ത് എന്നിട്ട്, അവള് പറഞ്ഞത് കേട്ടല്ലോ പൗഡർ ഏട്ടത്തി, ഇവള് പറഞ്ഞതേ ഞാൻ തിരിച്ച് നിങ്ങളോട് പറയാം. നിങ്ങൾ നേരെ വളർത്താഞ്ഞിട്ടാണ് നിങ്ങളുടെ ശ്രുതി ഇങ്ങനെ ആയി പോയത്. അപ്പോൾ ശ്രുതി ഇങ്ങനെ വന്നിട്ട്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരില്ല, ഞാൻ അംഗീകരിച്ചു തരില്ല. ഈ വീട്ടിൽ ഇവൻ കയറി വന്നത് കക്കാനാ, മോഷ്ടിക്കാനാ. ഞാൻ ഇപ്പം പോലീസിനെ വിളിക്കാൻ പോവാ, പോലീസിനെ വിളിച്ച് ഇവനെ ഏൽപ്പിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശ്രുതി, അല്ല നിനക്ക് എന്ത് തെളിവുണ്ട്? ഇവൻ ഇവിടെ നിന്ന് എന്തെങ്കിലും കട്ട തെളിവുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഇവൻ ബൈക്ക് മോഷ്ടിച്ചു, അല്ല നിന്റെ ബൈക്കാണോ മോഷ്ടിച്ചത്? അല്ലല്ലോ. അത് നീ നേരി കണ്ടോ? ഇല്ലല്ലോ. പിന്നെ നീ പോലീസിനെ വിളിച്ചിട്ട് എന്നാ ഉണ്ടാക്കാനാടാ? ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാം. പോലീസ് ഇവിടെ വരട്ടെ, ഇവിടെ വന്നിട്ട് ആദ്യം നിന്റെ കേസിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. ഞാനും ശ്രീകാന്തും കൂടെ ഒരുമിച്ചൊരു കേസ് കൊടുത്താൽ കുടുങ്ങാൻ പോകുന്നതേ ഈ നിൽക്കുന്ന ശരത്തല്ല, നീ ആയിരിക്കും. അറിയാലോ, 50 ലക്ഷം രൂപ എനിക്കും എൻ്റെ അനിയൻ ശ്രീകാന്തിനും അവകാശപ്പെട്ട 50 ലക്ഷം രൂപ. അതാരാ മോഷ്ടിച്ചതെന്ന് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അത് മോഷ്ടിച്ച്
നീ എങ്ങോട്ടാ കൊണ്ടുപോയതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല, ബാക്കി കാര്യം പോലീസ് നോക്കിയോളും. ഒരു പരാതി, ഒരു പെറ്റീഷൻ അങ്ങ് എഴുതി കൊടുത്താല് എൻ്റെ പൊന്നു സുധി, നിന്നെ ഇവിടെ നിന്ന് തൂക്കി എടുത്തോണ്ട് പോകും പോലീസ്. കാണണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സുധി പേടിച്ചു പോയിട്ടോ. സുധി അത് പിന്നെ ഞാൻ എൻ്റെ അച്ഛൻ്റെ പൈസയല്ലേ എടുത്തത്. ഓ, അച്ഛൻ്റെ പൈസ? എടാ, അച്ഛൻ്റെ പൈസ ആണേലും എന്താണെങ്കിലും ഉണ്ടല്ലോ, മോഷണം നീ പറഞ്ഞില്ലേ നേരത്തെ, മോഷണം തന്നെയാണ്. നിന്റെ ഭാര്യ പറഞ്ഞില്ലേ എന്ത് ചെറിയ സാധനം എടുത്താലും മോഷണം തന്നെയാണ്. അതുപോലെ നീ എടുത്തത് മോഷണമാണ്. അതും നിന്റെ സ്വന്തം അച്ഛൻ്റെ പൈസ എടുത്തോണ്ട് പോയതിൽ കൂടുതൽ അപമാനം എന്താടാ നിനക്കുള്ളത്? വെറും വൃത്തികെട്ടവനെ, നീ നിന്റെ ഭാര്യനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിക്കോ. അല്ലെങ്കിൽ ഇനി എൻ്റെ കയ്യിൽ നിന്ന് നീ കൊടുക്കാത്തത് ഞാൻ നിന്റെ ഭാര്യയ്ക്കിട്ട് കൊടുക്കും. ഒരു കാര്യം പറഞ്ഞേക്കാം, കെട്ടിയോളും കൂടെ എൻ്റെ ഭാര്യയുടെ കുടുംബത്തിനെ കൂടുതൽ ഇതും അതും പറഞ്ഞു വന്നാ ഉണ്ടല്ലോ, ഇനി എൻ്റെ തനി സ്വഭാവം എന്താണെന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ. അല്ല, എൻ്റെ തനി സ്വഭാവം നന്നായിട്ട് അറിയാം സുധിക്ക്. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം, അറിയാത്ത ഒരാളേ ഉള്ളൂ. ഈ നിൽക്കുന്ന പൗഡർ നടത്തി ഒന്ന് പറഞ്ഞു കൊടുത്തേരെ എന്താ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ്റെ മുമ്പിലേക്ക് വന്നു കേട്ടോ. രവീന്ദ്രൻ്റെ മുമ്പിലേക്ക് സച്ചു വന്നിട്ട്, അച്ഛനുള്ളപ്പം ഇത്രയൊക്കെ നടക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അച്ഛാ. അച്ഛനൊക്കെ ഇത് കണ്ടിട്ട് നോക്കി നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അച്ഛൻ ഒരു വാക്ക് പറയത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിനെങ്ങനെ അച്ഛൻ പ്രതികരിക്കും? എടാ, നിന്റെ അച്ഛനോടും കൂടെ പറയാതെ അല്ലടാ നീ ഇതൊക്കെ കാണിച്ചു കൂട്ടിയത്. അപ്പം നീ മനഃപൂർവ്വം ഇവളെ ഈ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നതായിരിക്കും. നാണം ഉണ്ടോടാ നിന്റെ ബൈക്ക് മോഷ്ടിച്ച കുടുംബത്തിൽ നിന്ന് തന്നെ പെണ്ണിനെ ഈ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരാൻ? ഇതറിഞ്ഞിട്ടും നീ ഈ വീട്ടിലേക്ക് ഇവളെ വിളിച്ചോണ്ട് വന്നില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളിനി മിണ്ടിപ്പോകരുതെന്നാ പറഞ്ഞത്. കള്ളിന്നോ കള്ളക്കുടുംബെന്നോ ഉള്ള വാക്കുകളൊക്കെ ഇനി ഈ വീട്ടിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആരാ കള്ളനെന്നും കള്ളിയെന്നൊക്കെ ഞാൻ വിളിച്ചു പറയും. അതുമല്ല, പോലീസ് വന്ന് പൊക്കിയെടുത്തോണ്ട് പോകും. മര്യാദയ്ക്ക് മോനെ കാണണമെന്നുണ്ടെങ്കിൽ, മോനെ ഈ വീട്ടിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ മോനെ സെൻട്രൽ ജയിലിൽ പോയി കാണേണ്ടി നിങ്ങൾ പലതും പറഞ്ഞു. ഒരു പരിധിയുണ്ട് മനുഷ്യരെ അപമാനിക്കുന്നതിൽ. എന്ത് തെറ്റാ രേവതിയുടെ ആൾക്കാർ നിങ്ങളോട് ചെയ്തത്? രേവതിയുടെ കുടുംബക്കാരും എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇതുപോലെ കിടന്ന് പ്രസംഗിക്കുന്നത്? അതിൻ്റെ കാര്യമൊന്നും ഇവിടെയില്ല. ഇവനൊരു തെറ്റുപറ്റി, അത് ഞാൻ പുറത്തു, എൻ്റെ ബൈക്കല്ലേ. അപ്പം പിന്നെ ഇനി ഇതിനെക്കുറിച്ച് ഇവിടെ ആരും സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ മോനെ ഞാൻ അറിഞ്ഞപ്പോൾ വല്ലാണ്ട് ഷോക്കായിപ്പോയി. എനിക്കറിയാം അച്ഛാ, ഞാനിതൊക്കെ ഉണ്ടാവുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇതൊന്നും ഇവിടെ പറയാതിരുന്നത്. രേവതിയോട് ഞാൻ പറഞ്ഞത് ഇതൊന്നും ഇവിടെ പറയണ്ടെന്ന്, ഈ വിഷയം ഇനി ഇവിടെ അങ്ങ് വിട്ടേരെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാൻ പോവുക, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു, കോളേജിലൊക്കെ പോകണമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അങ്ങനെ പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? മോനൊരു കാര്യം ചെയ്യുക, ചേച്ചീനെ കാണാൻ വന്നല്ലേ, ചേച്ചീനെ കണ്ട് സംസാരിച്ചിട്ട് പോയാൽ മതി. അതുമല്ല, മോൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? പെട്ടെന്ന് രാവിലെ മോൻ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. അത് പിന്നെ വേറൊന്നും കൊണ്ടും അല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു. രേവതി ചേച്ചി വിളിച്ച അമ്മയോട് പറഞ്ഞു. അമ്മയാ പറഞ്ഞത് വീട്ടിൽ ചെന്ന് മാപ്പ് ചോദിക്കണമെന്നും എല്ലാവരോടും മാപ്പൊക്കെ ചോദിക്കണമെന്ന്. ഇത് കേട്ടത് നമ്മുടെ സച്ചി, കണ്ടില്ലേ അവൻ്റെ മനസ്സ്? എടാ, ഈ മനസ്സ് നിനക്കുണ്ടോടാ? ഇല്ലല്ലോ. സ്വന്തം വീട്ടിൽ നിന്നൊരു ഒരു മുതലെടുത്തിട്ട് നീ ഇതുവരെ അച്ഛനോട് മാപ്പ് ചോദിച്ചിട്ടുണ്ടോ? അതുപോലെ ഞങ്ങളോട് മാപ്പ് ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സ്വന്തം തെറ്റ് അംഗീകരിച്ചു കഴിഞ്ഞാലേ അതാടാ ഏറ്റവും വലുത്, അതാടാ ഏറ്റവും നല്ലത്. നിനക്കതിന് കഴിയത്തില്ല. കഴിയുന്നവരെ അതിന് സമ്മതിക്കത്തുമില്ല. ഏതായാലും ഇവരോട് മാപ്പും കോപ്പൊന്നും പറയാൻ നിൽക്കേണ്ട ശരത്ത് കയറി ചെല്ല്, എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി എന്ന് നമ്മുടെ സച്ചിയും പറഞ്ഞു. അപ്പോഴത്തേക്ക് ശരത്ത് പറഞ്ഞു, ഇല്ല, ഞാൻ പോവുക, ഒന്നും കഴിക്കാനൊന്നും നിൽക്കുന്നില്ല. അല്ല, ഇവർ വായിട്ട് അലിച്ചത് കേട്ടിട്ടാ നീ ചേച്ചിയോട് സംസാരിക്കാതെ പോകുന്നെങ്കിൽ അതിൻ്റെ ഒരു കാര്യമില്ല. ഈ പട്ടികൾ കിടന്ന് കുരച്ചുകൊണ്ടേയിരിക്കും. ഈ പട്ടികളുടെ കുര നിർത്താനേ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് ചേച്ചിയോട് സംസാരിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ രേവതി പറഞ്ഞു, മോനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോൾ, ഇല്ല ചേച്ചി, എനിക്ക് കോളേജിൽ പോകണം, ഇപ്പം തന്നെ സമയം പോയില്ലേ, അതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടും അല്ല. എനിക്ക് ആരോടും വെറുപ്പോ ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. അല്ല, രവീന്ദ്രനെ വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ ശരത്ത്. രവിയങ്കിളെ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും ഞാനിത് ഇങ്ങനെയായി തീരുന്നൊന്നും ഓർത്തില്ല എന്ന് പറയുമ്പോൾ, മോനെ സാരമില്ല മോനെ, അതൊക്കെ പോട്ടെ, അതൊക്കെ ഇപ്പോൾ മോൻ എന്നത്തിനാ പറയുന്നത്? ഇവരിങ്ങനെ പറഞ്ഞത് എനിക്ക് കുറച്ച് ഷോക്കായി പോയി ആദ്യം കേട്ടപ്പം. അത് ശരിയാ, രേവതി എല്ലാ കാര്യവും എന്നോട് പറയുന്നതല്ലായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി നമ്മുടെ രവീന്ദ്രനോട് പറഞ്ഞു, അച്ഛാ, അത് പിന്നെ ഇത് പറയാത്തത് എന്നോട് സച്ചിയേട്ടൻ പറഞ്ഞു പറയണ്ടെന്ന്, അതുകൊണ്ടാണ് ഞാനിതൊന്നും പറയാതിരുന്നത്. അതെനിക്ക് മനസ്സിലായി മോളെ. സച്ചി എന്നോട് എല്ലാ കാര്യവും പറഞ്ഞു, അതോടുകൂടി ഞാൻ ആ കാര്യം അങ്ങ് മറന്നു. ഏതായാലും എല്ലാവരും ഈ വിഷയം ഇവിടെ നിന്ന് മറന്നേരെ. മോനെ ഏതായാലും കോളേജിൽ പോകണമെങ്കിൽ കോളേജിൽ പൊക്കോന്ന് പറഞ്ഞ് നമ്മുടെ ശരത്തിനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഏതായാലും സച്ചിക്കല്ല രേവതിക്ക് ഒരുപാട് ആശ്വാസം ആവുകയാണ്. ശരത്ത് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി നേരെ റൂമിലേക്ക് ചെന്നിട്ട് സച്ചിയോട് ഒരുപാട് നന്ദി പറയുകയാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ രേവതിനെ രക്ഷിച്ചത് സച്ചി തന്നെയാണ്. സച്ചി വലിയൊരു മനുഷ്യനാണെന്ന് നമ്മുടെ രേവതിക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും മനസ്സിലാവുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയോട് ക്ഷമയൊക്കെ ചോദിച്ച് നന്ദിയൊക്കെ പറഞ്ഞ്
സച്ചിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി റൊമാൻസ് സീനൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് നാളത്തെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഞാൻ ഇന്ന് കഥ ഇപ്പോൾ ഉച്ചയ്ക്ക് ഇടുന്നത്, വൈകിട്ട് നമുക്ക് കഥ ഇടാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് നാളത്തെ പ്രമോ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ നാളത്തെ ഫുൾ വിശേഷമാണ്, പ്രമോ അല്ല, നാളത്തെ ഫുൾ വിശേഷമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ടെന്ന് നിർത്തുന്നു. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.